ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടി 150 ഗ്രാമോളം വെർമിസെല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുക്കാത്ത സേമിയയാണ്. വറുത്ത് വെച്ച സേമിയ മേടിക്കുന്നതിനേക്കാളും നന്നാവുക വറുക്കാത്ത സേമിയ മേടിച്ചിട്ട് നമ്മൾ തന്നെ വറുത്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സേമിയം ഇതുപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ചെറിയ പൊടിയായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് വലുതുമായി പോകരുത്. ഒരു മീഡിയം സൈസിലെ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു വലുപ്പത്തിലൊക്കെ പൊടിച്ചെടുക്കാം. എന്താ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് നുറുക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഒരു ഉരുളി ചൂടാക്കിയ ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നുറുക്കിയെടുത്ത സേമിയം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ സേമിയം വറുത്തെടുക്കേണ്ടത്. കാരണം സേമിയം പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ സേമിയ പായസം തയ്യാറാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. കാരണം സേമിയത്തിൻ്റെ വറവ് കറക്റ്റായിട്ട് വന്നാൽ പിന്നെ വേറൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സേമിയ പായസം നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ സേമിയം ആവശ്യത്തിനുള്ള വറവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 2ാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പശുവിൻ പാൽ ഒഴിച്ചാലും മതി. പക്ഷേ കൂടുതൽ ടേസ്റ്റ് കിട്ടുക തേങ്ങാപ്പാൽ വെച്ച് വേവിച്ചെടുക്കുമ്പോഴാണ്. അപ്പോൾ ഇത് നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കണം. അതേപോലെ ഒരു ഫുൾ തേങ്ങയുടെ തേങ്ങാപ്പാലാണിത്. 1ാം പാൽ നല്ല കട്ടിയിലെടുത്ത് മാറ്റി വെച്ച ശേഷം 2ാം പാൽ കുറച്ചധികം വെള്ളത്തിലൊഴിച്ച് ലൂസാക്കി എടുത്താൽ മതി. ഏകദേശം ഒരു 3/4 ലിറ്ററിൻ്റെ അടുത്ത് 2ാം പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി വറ്റിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിത് ചെയ്യണം. കാരണം സേമിയം പെട്ടെന്ന് അടുക്കി പിടിക്കും. അതേപോലെ കട്ട പിടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ പറയുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയിലുള്ള 1ാം പാലാണിത്. ഏകദേശം 1/2 ലിറ്ററിൻ്റെ അടുത്ത് തേങ്ങാപ്പാൽ വരുന്നുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പശുവിൻ പാൽ മാത്രം വെച്ചിട്ടും നമുക്ക് സേമിയ പായസം ഉണ്ടാക്കിയെടുക്കാം. 1ാം പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ സേമിയം ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളപ്പിക്കരുത്, അതിൻ്റെ ടേസ്റ്റിൽ മാറ്റം വരും. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഞാൻ പറഞ്ഞ അളവിൽ തന്നെ ഓരോന്നും എടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഞാൻ എടുത്ത സേമിയത്തിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ബാക്കിയെല്ലാം ചേർത്തിരിക്കുന്നത്. തേങ്ങാപ്പാലായാലും പശുവിൻ പാലായാലും ഒക്കെ ആ പറഞ്ഞ കണക്ക് പ്രകാരം തന്നെ എടുക്കാൻ നോക്കുക. അങ്ങനെ എടുക്കുമ്പോൾ ഏകദേശം എല്ലാം റെഡിയായിരിക്കും. അതുപോലെ ഇനി ഇതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഞാനൊരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും അതേപോലെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു പാൻ ചൂടായ ശേഷം 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് വറുത്തെടുക്കണം. വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യോടുകൂടി തന്നെ നമുക്കിത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം തയ്യാറായിട്ടുണ്ട്. സിമ്പിൾ പരിപാടിയാണ്. സേമിയം വറുത്തെടുക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.